അപ്പോൾ ഈ ട്യൂട്ടോറിയലിൽ ഇപ്പോൾ നമ്മൾ ആദ്യം നോക്കുന്നത് എന്താണ് HTML. ഞാൻ W3 സ്കൂൾസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സൈറ്റ് ഉണ്ട്, ഫേമസ് ആയ സൈറ്റാണ് റെഫറൻസിന്. അപ്പോൾ അതെടുത്തിട്ടുണ്ട് എന്താണ് അതിൻ്റെ അവർ പറയുന്ന ഡെഫിനിഷൻസ് ഒക്കെ നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ വാട്ട് ഈസ് HTML? HTML സ്റ്റാൻഡ്സ് ഫോർ ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ്. HTML is a standard markup language for creating web pages. അപ്പോൾ നമ്മൾ ബേസിക്കായിട്ട് വെബ് പേജ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നോർമലി മാർക്കപ്പ് ലാംഗ്വേജ് ആണ്. HTML പേജിൻ്റെ സ്ട്രക്ചർ HTML ആണ് ഡിസൈഡ് ചെയ്യുക, എങ്ങനെയാണ് പേജ് ഉള്ളത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അത് സീരീസ് ഓഫ് എലമെൻറ്റ്സ്, കുറേ എലമെൻറ്റ്സ് ആണ്. അത് കുറേ ടാഗുകൾ, അതായത് ഇപ്പോൾ ബോഡി ടാഗ്, ഹെഡിങ് ടാഗ്, അങ്ങനത്തെ കുറേ എലമെൻറ്റ്സ് ചേർന്ന് ഉള്ളതാണ് HTML. HTML ടെൽ ദ ബ്രൗസർ ഹൗ ടു ഡിസ്പ്ലേ ദ കണ്ടൻറ്റ്. അപ്പം ബ്രൗസറിന് HTML പറഞ്ഞു കൊടുക്കുക ഏത് രീതിയിലാണ് പേജിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണ് കണ്ടൻറ്റ് ഡിസ്പ്ലേ ഉണ്ടെന്നൊക്കെയുള്ള HTML ആണ് പറഞ്ഞു കൊടുക്കുന്നത്. HTML-ഉം CSS-ഉം ജാവാസ്ക്രിപ്റ്റും ചേർന്നിട്ടാണ് നോർമലി വെബ് പേജസ് വർക്ക് ചെയ്യുന്നത്. HTML അതിനൊരു എക്സാമ്പിൾ പറയാറുണ്ട്. HTML ഒരു വീട് പോലെയാണ്, ഈ വെബ് ഒരു വീട് പോലെയാണ്, ഒരു വെബ് പേജ് ഒരു വീട് പോലെ എടുക്കുകയാണെങ്കിൽ അത് HTML അതിൻ്റെ ബ്രിക്സ് ആണ്, കട്ടകൾ പോലെയാണ്. പിന്നെ CSS അതിന് സ്റ്റൈലിംഗ് കൊടുക്കുന്ന ഇതാണ്, പെയിൻറ്റിങ് അതുപോലെ സ്റ്റൈലിംഗ് കൊടുക്കുന്ന. ജാവാസ്ക്രിപ്റ്റ് പറഞ്ഞാൽ അതിൻ്റെ ഫങ്ഷനാലിറ്റി. ഇപ്പോൾ നമ്മൾ ഒരു റൂമിൽ എന്ത് ചെയ്യുന്നു, ലിവിങ് റൂമിൽ ഫങ്ഷനാലിറ്റി, പിന്നെ അതുപോലെ ഡൈനിങ് റൂമിനൊരു ഫങ്ഷനാലിറ്റി, അങ്ങനത്തെ ഫങ്ഷനാലിറ്റി ആണ് ജാവാസ്ക്രിപ്റ്റ് ഡിഫൈൻ ചെയ്യുന്നത്. നമുക്ക് ഏത് വെബ് പേജിൻ്റെ HTML കാണാനൊരു മാർഗമുണ്ട്. ഫോർ എക്സാമ്പിൾ നമ്മൾ google.com എടുക്കാൻ, നമുക്ക് എന്ത് HTML കൊണ്ടാണ് ക്രിയേറ്റ് ചെയ്ത് കാണുന്നുണ്ടെങ്കിൽ അതിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. നമ്മൾ google.com ക്രോം ബ്രൗസറിലാണ് ഓപ്പൺ ചെയ്തിട്ടുള്ളത്. ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ഇൻസ്പെക്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് റൈറ്റ് സൈഡിൽ കാണാം അതിൻ്റെ HTML സ്ട്രക്ചർ ഇവിടെ കാണാൻ പറ്റും. പിന്നെ നമുക്ക് HTML എഴുതാൻ റൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു പ്ലേസ് വേണം. അതിന് നമുക്ക് ഉപയോഗിക്കുന്ന ടൂളാണ് കോഡ് എഡിറ്റർ, ടെക്സ്റ്റ് എഡിറ്റർ എന്ന് പറയും. നമ്മൾ ഈ കോഴ്സിൽ ഉപയോഗിക്കാൻ പോകുന്ന ടെക്സ്റ്റ് എഡിറ്റർ വിഷ്വൽ സ്റ്റുഡിയോ കോഡാണ്. നിങ്ങൾക്ക് ഗൂഗിളിൽ വിഷ്വൽ സ്റ്റുഡിയോ കോഡ് ടൈപ്പ് ചെയ്താൽ സൈറ്റിലെത്തും. അവിടെ പോയിട്ട് വിഷ്വൽ സ്റ്റുഡിയോ കോഡിൻ്റെ സൈറ്റിലെത്തി ഇവിടുന്ന് ഡൗൺലോഡ് ചെയ്യുക. ഏത് സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്യുന്ന പോലെ ഡൗൺലോഡ് ചെയ്തിട്ട് വിൻഡോസ് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അത് വെച്ചിട്ടാണ് നമ്മൾ HTML റൈറ്റ് ചെയ്യുന്നത്. പിന്നെ ഒരുപാട് കോഡ് എഡിറ്റേഴ്സ് ഉണ്ട്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള യൂസ് ചെയ്യുക. വിഷ്വൽ സ്റ്റുഡിയോ കോഡ് തന്നെ യൂസ് ചെയ്യണമല്ലോ, പക്ഷേ ഞാനതാ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ കോഴ്സ് ഫോളോ ചെയ്യുക, അതായിരിക്കും എളുപ്പം. എക്സാമ്പിളായിട്ട് ആറ്റ ഉണ്ട്, സബ്ലൈം ടെസ്റ്റ്, വിം, ബ്രാക്കറ്റ്സ്, ഇതെല്ലാം കോഡ് എഡിറ്റേഴ്സാണ്. നിങ്ങളേതെങ്കിലും ഒന്ന് യൂസ് ചെയ്യുന്ന ആളാണെങ്കിൽ അത് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ വിഷ്വൽ സ്റ്റുഡിയോ കോഡ് തന്നെ ഡൗൺലോഡ് ചെയ്തിട്ട് യൂസ് ചെയ്യാം. നല്ലൊരു എഡിറ്ററാണ്. കോഡ് എഡിറ്റേഴ്സിന് പുറമെ ഓൺലൈനായിട്ടുള്ള കോഡ് എഡിറ്റേഴ്സും ഉണ്ട്. നമുക്ക് റാപ്പിഡായിട്ട് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ഒക്കെ കോഡ് പെൻ പോലത്തെ പ്രോജക്ട്സ് ഉണ്ട്. അപ്പോൾ വേണമെങ്കിൽ കോഡ് പെൻ ഒന്ന് ഞാൻ കാണിച്ചു തരാം. കോഡ് പെൻ .io എന്നാണ് അവരെ. അപ്പോൾ ഇതാണ് കോഡ് പെൻ എന്ന് പറഞ്ഞിട്ടുള്ള ഓൺലൈൻ കോഡ് എഡിറ്റർ. ഇതിൽ നമുക്ക് ഇവിടെ സ്റ്റാർട്ട് കോഡിങ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ HTML, CSS, ജാവാസ്ക്രിപ്റ്റ് ടൈപ്പ് ചെയ്യാനുള്ള ഓരോ ബോക്സുകൾ വന്നു. ഇവിടെ ഇപ്പോൾ HTML ടൈപ്പ് ചെയ്യുക. അപ്പോൾ ഇത് ഈ ഒരു ഹൊറിസോണ്ടലായിട്ടായിരിക്കും വരുന്നത്. HTML, CSS, JS എന്ന് പറഞ്ഞിട്ടായിരിക്കും. അത് ഇവിടെ പോയിട്ട് വ്യൂവിൽ നിങ്ങളുടെ ചിലപ്പം ഇങ്ങനെ ആയിരിക്കും വരുന്നത്. ഞാൻ വ്യൂവിൽ ഓൾറെഡി ഇങ്ങനെ ആക്കി യൂസ് ചെയ്യാറുണ്ട്, അതുകൊണ്ടാണ് എൻ്റെ ഇങ്ങനെ വന്നിട്ടുള്ളത്. ഇതിൽ HTML നമുക്ക്
ടൈപ്പ് ചെയ്യുക. അപ്പോൾ ഒരു പാരഗ്രാഫ് ടാഗ് ടൈപ്പ് ചെയ്തിട്ട് നമ്മൾ HTML കോഴ്സ് അപ്പോൾ നമുക്ക് ഇവിടെ കാണാം HTMLൻ്റെ റിസൾട്ട് ഇവിടെ റിഫ്ലക്റ്റ് ചെയ്ത് വരുന്നത് കാണാം. ഇനി ഒരു ഹെഡിങ് കൊടുക്കുകയാണ്, സെക്ഷൻ 1 ഹെഡിങ് H1 ടാഗിൻ്റെ അകത്ത് കൊടുത്തുകൊണ്ടാണ് അത് ബോൾഡായിട്ട് വന്നത്. അപ്പോൾ നമ്മൾ ഈ ലെഫ്റ്റ് സൈഡിൽ HTML ടൈപ്പ് ചെയ്യും, ഇവിടെ റിസൾട്ട് കാണാം. ഇതാണ് ഒരു ഓൺലൈൻ കോഡ് എഡിറ്റർ. നമ്മൾ കോഴ്സിൽ യൂസ് ചെയ്യാൻ പോകുന്ന വിഷ്വൽ സ്റ്റുഡിയോ കോഡാണ്. നമുക്ക് അതിൽ നോക്കാം. നേരത്തെ പറഞ്ഞ പോലെ code.visualstudio.com എന്ന് പറഞ്ഞ സൈറ്റിൽ വരിക. എന്നിട്ട് ഇവിടെ ഡൗൺലോഡ് ക്ലിക്ക് ചെയ്തിട്ട് വിഷ്വൽ സ്റ്റുഡിയോ കോഡ് ഡൗൺലോഡ് ചെയ്യുക. നോർമലി ഏത് സോഫ്റ്റ്വെയറും ഡൗൺലോഡ് ചെയ്യുന്ന പോലെ തന്നെയാണ്, നിങ്ങൾ തന്നെ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുക. അതിൻ്റെ ശേഷം വിഷ്വൽ സ്റ്റുഡിയോ കോഡ് ഓപ്പൺ ചെയ്യുക. ഞാൻ ഓൾറെഡി ഇവിടെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അത് ക്ലിക്ക് ചെയ്താൽ വിഷ്വൽ സ്റ്റുഡിയോ കോഡിൻ്റെ പേജ് ഇതുപോലെയാണ് വരിക. ഫയൽ എക്സ്പ്ലോറർ തുറന്നിട്ട് നമ്മളെ പ്രൊജക്റ്റിൻ്റെ ഫയൽസൊക്കെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുക. ഞാനത് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, നിങ്ങളും ചെയ്യുക. വിഷ്വൽ സ്റ്റുഡിയോ കോഡിൽ ന്യൂ ഫയൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ടെക്സ്റ്റ് ഫയൽ സെലക്ട് ചെയ്യുക. എന്നിട്ട് ഇവിടെ സേവ് ആസ് കൊടുത്തിട്ട് ഏത് ഫോൾഡറിലാണ് സേവ് ചെയ്യുന്നത് എന്നുള്ളത് ഞാൻ ഓൾറെഡി ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അത് ലേൺ HTML. അതിൽ index.html എന്നുള്ള പേരിൽ സേവ് ചെയ്യുക. അതൊരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള നെയിമാണ്. നമ്മൾ ബേസിക്കലി ഫസ്റ്റ് ടൈം ഒരു HTML ഫയൽ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിനെ index.html എന്ന് നെയിം ചെയ്യുക. അതൊരു കൺവെൻഷനാണ്. നമുക്ക് ഈ പേജിൽ അപ്പം ബേസിക് ആയിട്ടുള്ള ഒരു HTML സ്ട്രക്ചർ റൈറ്റ് ചെയ്യാം. HTML കുറേ കുറേ എലമെൻറ്റ്സ് കൊണ്ടാണ് HTML ഡോക്യുമെൻ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവുക. ഓരോ എലമെൻറ്റ്സാണ്. ഇതിപ്പോൾ ഒരു എലമെൻ്റാണ്. ഈ H1 ഒരു എലമെൻ്റാണ്. ഒരു എലമെൻറ്റിന് ഒരു സ്റ്റാർട്ടിങ് ടാഗ്, ക്ലോസിങ് ടാഗ്, അതിൻ്റെ ഉള്ളിലെ കണ്ടൻസ് മിക്കവാറും അതാണ് ഉണ്ടാകുക. എല്ലാ കേസിലും അല്ല, മിക്കവാറും കേസിൽ അങ്ങനെയാണ് ഉണ്ടാകുക. ഈ ക്ലോസിങ് ടാഗിന് ഇതുപോലെ ഒരു സ്ലാഷ് ഇട്ട്, ഓപ്പണിംഗ് ടാഗ് എന്ന് പറയുമ്പോൾ ആംഗിൾ ബ്രാക്കറ്റ് H1 ആംഗിൾ ബ്രാക്കറ്റ്, ക്ലോസിംഗ് ടാഗിന് ആംഗിൾ ബ്രാക്കറ്റ് ഒരു സ്ലാഷ് ഉണ്ടാവും. ആ സ്ലാഷ് H1 പിന്നെ ആംഗിൾ ബ്രാക്കറ്റ്, അങ്ങനെയാണ് ഉണ്ടാവുക. ഞാൻ കോഡ് എഡിറ്റർ ഈ സൈഡിലും ബ്രൗസർ ഈ സൈഡിലും ആക്കി വെച്ചു. ഇനി നമുക്ക് വേറെയും ടൈപ്പ് ഹെഡിങ് ടാഗ് ഉണ്ട്. ഇതിപ്പോൾ H1 ആണ്. ഇനി H2 ടാഗ് ഉണ്ട്. H1 this is H2, H3 this is H3, H4. വിഷ്വൽ സ്റ്റുഡിയോ കോഡിൽ അത് ഞാൻ പറയാൻ വിട്ടുപോയ ഒരു കാര്യമാണ്. വിഷ്വൽ സ്റ്റുഡിയോ കോഡിൽ ഇൻബിൽഡായിട്ട് ഒരു എമറ്റ് എന്ന് പറയുന്ന ഒരു എക്സ്റ്റൻഷൻ ഉണ്ട്. അത് HTML റൈറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള എക്സ്റ്റൻഷനാണ്. ഞാനിപ്പോൾ ഇവിടെ H4 എന്ന് അടിച്ചതിൻ്റെ ശേഷം ടാബ് ക്ലിക്ക് ചെയ്താൽ ഓപ്പണിംഗ് ടാഗും ക്ലോസിംഗ് ടാഗും കറക്റ്റായിട്ട് വന്നു. നമ്മളെ കേഴ്സർ കണ്ടൻറ്റ് റൈറ്റ് ചെയ്യാൻ തക്ക രീതിയിൽ അതിൻ്റെ അകത്ത് പോയി നിൽക്കും. പിന്നെ നമ്മളിവിടെ എഴുതിയാൽ മതി. ഇതുവരെ ഞാൻ അതുപോലെയാണ് എഴുതിയത്, നിങ്ങൾക്കും അതുപോലെ എഴുതി യൂസ് ചെയ്യാം. ദിസ് ഈസ് H4. നമ്മൾ സേവ് ചെയ്തു, കൺട്രോൾസ് ടൈപ്പ് ചെയ്തിട്ട് സേവ് ചെയ്തു. എന്നിട്ട് റീലോഡ് ചെയ്യുക. റീലോഡ് ചെയ്യുമ്പോൾ ഉണ്ടാവും ഇങ്ങനെ ഒരു സ്ട്രക്ചറായിട്ട് വന്നു. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു HTML എലമെൻ്റാണ് പി എലമെൻറ്റ്, പാരഗ്രാഫ് എലമെൻറ്റ്. നമ്മൾ നേരത്തെ കണ്ടിരുന്നു.
പി ടൈപ്പ് ചെയ്തിട്ട് നമ്മൾ ടാബ് കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഓപ്പണിങ് ആൻഡ് ക്ലോസിങ് ടാഗ് ഓട്ടോമാറ്റിക്കലി ഇൻസെർട്ട് ചെയ്യും. ഇനി നമുക്ക് കണ്ടൻറ്റ് എഴുതിയാൽ മതി. ഈ എമറ്റിൽ വരുന്ന വേറൊരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ട്രിക്ക് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ലോറം എന്ന് അടിച്ചു ഒരു നമ്പർ അടിക്കുക, 10 എന്ന് അടിച്ചു, എന്നിട്ട് ടാബ് അടിക്കുകയാണെങ്കിൽ നമുക്ക് ഒരു 10 വേർഡുള്ള ഒരു സെൻറ്റൻസ് കിട്ടും. ടാബ് അടിച്ചു കഴിഞ്ഞു. അപ്പോൾ 10 വേർഡ് വന്നു. ഡമ്മി ടെക്സ്റ്റ് ആയിട്ട് നമ്മൾ HTML ഒക്കെ എഴുതുമ്പോൾ നമുക്ക് ഡമ്മി ടെക്സ്റ്റ് വേണ്ടി വരുമല്ലോ. അതിനു വേണ്ടിയിട്ട് ലോറം നമ്പർ അടിക്കുക, 10 വേർഡ്സ് വേണ്ടിച്ചാൽ 10 അടിച്ചിട്ട് ടാബ് പ്രസ് ചെയ്യാം. വേറൊരു കാര്യം കൂടെ ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ, നമ്മൾ വേർഡ് റാപ്പ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ഈ വേർഡ്, ഈ ലൈന് ഇപ്പോൾ VS കോഡിൽ നമ്മൾ കാണാതെ അങ്ങനെ നീണ്ടു പോവല്ലേ, അത് ലൈൻ ബ്രേക്ക് ആയിട്ട് നെക്സ്റ്റ് ലൈനിലോട്ട് ചാടാൻ വേണ്ടിയിട്ട് Alt+Z കീ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഒരു പോയിന്റ് എത്തുമ്പോൾ പിന്നെ ബ്രേക്ക് ചെയ്തുകൊണ്ട് അടുത്ത ലൈനിലോട്ട് വരും. ഇതൊന്നും നമ്മൾ ബ്രൗസറിൽ കാണിക്കുന്നതിനെ സേവ് ചെയ്തിട്ടൊന്ന് റീലോഡ് ചെയ്ത് നോക്കുക. ബ്രൗസറിൽ കാണിക്കുന്നതിനെ ഈ ലൈൻ ബ്രേക്ക് ഒന്നും എഫക്റ്റ് ചെയ്യില്ല. നമ്മൾ ഇൻറ്റൻറ്റ് ചെയ്യുന്നത്, പിന്നെ ലൈൻ ബ്രേക്ക്, അതൊന്നും ബ്രൗസർ ഈ നമ്മൾ HTML റെൻഡർ ചെയ്തുകൊണ്ട് കാണിക്കുന്നതിനെ എഫക്റ്റ് ചെയ്യില്ല. അപ്പോൾ P ടാഗ് ഇതാണ് ഒരു പാരഗ്രാഫ് ടാഗ്. P ടാഗ് ആണ് കൂടുതൽ കണ്ടൻറ്റ് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടി ഒരു HTML പേജിൽ ഉപയോഗിക്കുന്നുണ്ടാകുക. നമ്മൾ ഈ ടാഗുകളൊക്കെ ഒന്ന് ഒഴിവാക്കുക. H2 ഇതൊരു കാർ ഫോട്ടോസിൻ്റെ ആപ്പാക്കാം നമുക്ക്. അപ്പോൾ കാർ ഫോട്ടോസ്, അടിയിൽ കുറച്ച് ഡമ്മി ടെക്സ്റ്റ്. പിന്നെ മെയിൻ ടാഗ് പറഞ്ഞ ഒരു ടാഗ് ഉണ്ട്. നമ്മളെ സൈറ്റിലെ മെയിനായിട്ടുള്ള കണ്ടൻറ്റിനെ അത് റാപ്പ് ചെയ്യും. മെയിനായിട്ടുള്ള കണ്ടൻറ്റ് മെയിൻ ടാഗിൻ്റെ അകത്താണ്. മെയിൻ ടാഗിൻ്റെ അകത്ത് നമ്മൾ കൊടുക്കുക. മെയിൻ ടാഗ് എന്ന് വെച്ചാൽ അത് പ്രത്യേകിച്ച് ബ്രൗസർ റണ്ടർ ചെയ്യുന്നതിൽ മാറ്റമൊന്നും ഇല്ല. വേറൊരു കേസ് എന്ന് വെച്ചാൽ നെസ്റ്റിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഐറ്റം ഉണ്ട്. നെസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ടാഗിൻ്റെ അകത്ത് വേറെ ടാഗ് അത് വരുന്നതിനെ പറയാം. ഇപ്പോൾ നമ്മൾ HTMLൻ്റെ അകത്ത് ഈ ഹെഡ് നെസ്റ്റഡ് ആണ്, അതുപോലെ ബോഡി നെസ്റ്റഡ് ആണ്. ബോഡിൻ്റെ അകത്ത് മെയിൻ ടാഗ് നെസ്റ്റഡ് ആണ്, മെയിൻ ടാഗിൻ്റെ അകത്ത് H2ഉം P ഒക്കെ നെസ്റ്റഡ് ആണ്. അങ്ങനെ വരുന്നതിനാണ് നെസ്റ്റിംഗ് എന്ന് പറയുന്നത്. പിന്നെ വേറൊരു കേസ് ഉള്ളത് കമൻറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്. കമൻസ് എന്തിനാണ് ഉപയോഗിക്കുക എന്ന് വെച്ചാൽ, നമുക്ക് എന്തെങ്കിലും കാര്യം എന്താ പറയുക, നോട്ട് എഴുതി വെക്കണം. കോഡ് എന്താണെന്ന് പറയുന്നത് മനസ്സിലാകാൻ വേണ്ടിയിട്ട് നോട്ട് എഴുതി വെക്കണം. അല്ലെങ്കിൽ ചില പാർട്ട് ഓഫ് കോഡ് നമുക്ക് ടെമ്പററി ആയിട്ടൊന്ന് ഡീആക്ടിവേറ്റ് ചെയ്യണം. അപ്പോൾ അതിനൊക്കെ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് കമൻറ്റിങ്. അപ്പോൾ കമൻറ്റിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മളെ ഈ ലെസ് ദാൻ ആംഗിൾ ബ്രാക്കറ്റും പിന്നെ ഒരു ഹാഷ്, ഒരു എക്സ്ക്ലമേഷൻ ഡബിൾ ഹാഷ്, അതിൻ്റെ അകത്താണ് കമൻറ്റ് എഴുതുക. ഫോളോയിങ് കാർ ഫോട്ടോസ് മെയിൻ സെക്ഷൻ സ്റ്റാർട്സ് ഹിയർ. ഇതിലേറെ യൂസ്ഫുൾ ആയിട്ടുള്ള എന്തെങ്കിലുമാണ് കമൻറ്റ് എഴുതുക, ജസ്റ്റ് അറിയാൻ വേണ്ടിയിട്ട് എഴുതുന്നു. പിന്നെ വേറൊരു ഇനി സേവ് ചെയ്തിട്ട് നമ്മളൊന്ന് റീലോഡ് ചെയ്ത് നോക്കുക. ആ പോർഷൻ വരുന്നില്ലല്ലോ, അത് ബ്രൗസർ കാണിക്കില്ല. അത് കമൻ്റ് ആയതുകൊണ്ടാണ്. കമൻറ്റ് നമ്മളെ ബ്രൗസറിൽ കാണൂല. അത് നമുക്ക് കോഡിൽ കാര്യങ്ങൾ മനസ്സിലാകാൻ വേണ്ടിയിട്ടും കുറച്ചും കൂടി കോഡ് എന്താണ് ചെയ്യുന്നതെന്നൊക്കെ മനസ്സിലാകാൻ വേണ്ടിയിട്ടും ജനറലി പ്രോഗ്രാമിങ്ങിൽ എഴുതുന്നതാണ്. HTML മാത്രമല്ല,
ഉണ്ടാകുന്നത്. പിന്നെ വേറൊരു കാര്യം ചെയ്യാൻ പറ്റുകയെന്ന് വെച്ചാൽ നമ്മളായിട്ട് കോഡ് ടെമ്പററി ആയിട്ട് ഡീആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കമൻസ് ഉപയോഗിക്കാൻ പറ്റും. കമൻസ് വിഷ്വൽ സ്റ്റുഡിയോ കോഡിൽ കമൻസ് ഈസി ആയിട്ട് ചെയ്യാനുള്ളൊരു മാർഗം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ടൈപ്പ് ചെയ്യാതെ, അതായത് ലെസ് ദാൻ എക്സ്ക്ലമേഷൻ # ടൈപ്പ് ചെയ്യാതെ #/ ടൈപ്പ് ചെയ്താൽ ആ കമൻറ്റിൻ്റെ ഐക്കോൺ വരും. നമുക്ക് ഈ പാർട്ട് ഓഫ് കോഡ് ഒന്ന് ഡീആക്ടിവേറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ലാസ്റ്റിൽ കൊണ്ടുവച്ചു, ലാസ്റ്റിലായാലും ഫസ്റ്റിൽ കൊണ്ടുവച്ചു. എന്നിട്ട് #/ ടൈപ്പ് ചെയ്തു. അപ്പോൾ അത് കമൻ്റായി മാറി. അത് സേവ് ചെയ്തു. എന്നിട്ട് ഞാൻ റീലോഡ് ചെയ്തപ്പോൾ അത് പോയതാണ്ടോ. കമൻറ്റ് ചെയ്ത കോഡ് പിന്നെ അത് റെൻഡർ ചെയ്യൂല, ബ്രൗസർ കാണിക്കൂല, ഡീആക്ടിവേറ്റ് ആയി കിടക്കണം. നമ്മൾ ഇനി തിരിച്ച് ആക്ടിവേറ്റ് ചെയ്യാം. ഒന്നും കൂടെ #/ ലൈനിൽ ചെയ്താൽ അത് തിരിച്ച് അൺകമൻ്റ് ആവും, ആക്റ്റീവ് ആവും. ഇനി ഒന്ന് റീലോഡ് ചെയ്താൽ തിരിച്ചു വരും. ഇനി ബാക്കിയുള്ള പോയിൻറ്റ്സ് അടുത്തൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. വീഡിയോൻ്റെ ലെങ്ത്ത് ഏകദേശം ഒരു 10 മിനിറ്റ് റേഞ്ചിലുള്ള വീഡിയോസ് ചെയ്യണമെന്നാണ് വിചാരിക്കുന്നത്. ഇപ്പോൾ 15 മിനിറ്റിൻ്റെ ആ സമയത്തായിട്ടുണ്ട്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ ബാക്കിയുള്ള പോയിൻറ്റ്സ് ഡിസ്കസ് ചെയ്യാം.